നിങ്ങളുടെ +2 കാലഘട്ടം ഇവിടെ അവസാനിക്കാൻ വേണ്ടി പോവാ. ഏറിപ്പോയൊരു മാസം കൂടി നിങ്ങൾ നിങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരിക്കുള്ളൂ. 2 വർഷക്കാലം നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, നിങ്ങളുടെ ടീച്ചേഴ്സുമായുള്ള നിങ്ങളുടെ സ്നേഹബന്ധങ്ങളുണ്ട്, നിങ്ങളുടെ ആ ക്യാമ്പസ് സറൗണ്ടിങ്സ് ഉണ്ട്, അവിടെ നിങ്ങൾ കാണിച്ചുകൂടി നിങ്ങളുടെ കുസൃതികളും സ്നേഹവും നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ എന്ത് ചെയ്യാൻ വേണ്ടി പോകണം, ഒരു മാസം കൊണ്ട് പതുക്കെ അവസാനിക്കാൻ വേണ്ടി പോകണം, അവസാനിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പുതിയ ഒരു തലത്തിലേക്ക് നിങ്ങൾ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പോകാൻ പോവാണ് കയറിപ്പോയ 2 മാസം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു 1, 2, 3 മാസങ്ങൾ. വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ എന്താകണം എന്ന് വരെ തീരുമാനിക്കാൻ വേണ്ടി പോകുന്ന പ്രധാനപ്പെട്ട മാസങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഈ വരുന്ന ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ. കൃത്യമായി നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കേണ്ട മാസമാണ് ഈ വരാനിരിക്കുന്ന മാസങ്ങൾ. നമ്പർ 1 മോഡൽ എക്സാമാണ്. ആരൊക്കെയാണ് മോഡൽ എക്സാം എഴുതേണ്ടാത്ത വിദ്യാർത്ഥികൾ? ആർക്കൊക്കെ മോഡൽ എക്സാം സ്കിപ്പ് ചെയ്യാം? നിങ്ങൾ കഴിഞ്ഞ വർഷം +1 മോഡൽ എക്സാമിന്റെ സമയം നിങ്ങൾ കൃത്യമായി കണ്ടിട്ടുണ്ടാവും. ഫൈനൽ എക്സാം എങ്ങനെയാണോ ചോദിക്കുക അതിന്റെ റിസംബിൾ അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ഒരു പീക്ക് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ഒരു ഫോട്ടോസ്റ്റാറ്റ് പോലെ തന്നെ ആയിരിക്കും നിങ്ങൾ എന്ത് നടക്കാൻ വേണ്ടി പോകുന്ന മോഡൽ എക്സാം നടക്കുക. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഓരോ ചാപ്റ്റേഴ്സും എത്ര വെയിറ്റേജ് മാർക്കാണ് ഫൈനൽ എക്സാമിന് ചോദിക്കുക എന്ന കൃത്യമായ ധാരണ നമുക്ക് എന്തിലൂടെ സാധിച്ചു? ഈ പറഞ്ഞ മോഡൽ എക്സാം എഴുതിയത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മോഡൽ എക്സാം എഴുതിയ ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങളുടെ സ്ട്രെസ് 50% നിങ്ങൾക്ക് അവിടെ ഒഴിവാക്കാൻ സാധിച്ചു. ഒന്നാമത്തെ കാര്യം, ഞാൻ പഠിച്ച കാര്യങ്ങൾ എനിക്ക് എങ്ങനെ എക്സാമിന് എഴുതി പ്രതിഫലിപ്പിക്കാൻ വേണ്ടി സാധിക്കും, അതനുസരിച്ച് എനിക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും എന്നൊരു സെൽഫ് അസസ്മെന്റ് ആണ് ശരിക്കും മോഡൽ എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നിർബന്ധമായും ഓരോ വിദ്യാർത്ഥി എന്ത് ചെയ്യണം? മോഡൽ എക്സാം എഴുതിയിരിക്കണം. ഇനി ഏതെങ്കിലും ഒരാൾക്ക് മോഡൽ എക്സാം സ്കിപ്പ് ചെയ്യാൻ സാധിക്കുമോ? ഒരു വിദ്യാർത്ഥിയും എൻ്റെ അഭിപ്രായത്തിൽ 100% നിങ്ങൾ മോഡൽ എക്സാം എഴുതിയിരിക്കണം. ഒരു കുട്ടി പോലും മോഡൽ എക്സാം സ്കിപ്പ് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇനി ബൈ ചാൻസ് വല്ല അസുഖം കൊണ്ടോ മറ്റു കാരണം കൊണ്ടോ മോഡൽ എക്സാം സ്കിപ്പ് ചെയ്തു എന്ന് കരുതി നിങ്ങളുടെ മാർക്കോ കാര്യങ്ങളോ എവിടെയും കുറയാനൊന്നും പോകുന്നില്ല. പക്ഷെ അവിടെ നിങ്ങൾക്ക് മിസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രാക്ടീസ് മേക്ക് എ മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ എക്സാമിന് നിങ്ങൾ എഴുതി റെഡിയാക്കി എടുക്കേണ്ട ഒരു സാധനം. ആ ഒരു അവസരം, നിങ്ങൾ പഠിച്ച കാര്യത്തെ ഒന്നും കൂടി ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് അവിടെ നഷ്ടപ്പെടാൻ വേണ്ടി പോവുകയാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? വളരെ കൃത്യമായ രീതിയിൽ ആ ഒരു പ്രോബ്ലം അവിടെ ഉണ്ടാവും. അതായത് മോഡൽ എക്സാം എഴുതിയില്ല, നിങ്ങളുടെ മാർക്കൊന്നും കുറയില്ല, പക്ഷേ ഒരവസരം വരാനിരിക്കുന്ന ഫൈനൽ എക്സാമിന് ഞാൻ ഒന്നും കൂടി അതിലേക്ക് എനിക്ക് എഴുതി പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു അവസരം അവിടെ നഷ്ടപ്പെടുകയാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 3ാമത്തെ കാര്യം, നാളെ മുതൽ, അതായത് നാളെ കൃത്യം 7 മണി മുതൽ നമ്മുടെ എജുപോയിന്റ് കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് +2 ചാനലിലോ സ്റ്റഡി പ്ലാൻ ആയിട്ട് ഞങ്ങൾ വരാൻ വേണ്ടി പോകുന്ന മോഡൽ എക്സാമിന് എങ്ങനെ നമുക്ക് ക്രാക്ക് ചെയ്യാം. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, മോഡൽ എക്സാമിന് നിങ്ങൾ വെറുതെ തമാശയാക്കി കാണാൻ വേണ്ടി പാടില്ല. ഫൈനൽ എക്സാമിന് ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യണമെങ്കിൽ മോഡൽ എക്സാം നിങ്ങൾ പഠിച്ച് മോഡൽ എക്സാം നിങ്ങൾ എഴുതി തീരുക. കാരണം മോഡൽ എക്സാം ഒരു ദിവസം 2 പരീക്ഷകൾ നടക്കുന്നുണ്ട് അല്ലേ? എങ്ങനെ ആ 2 പരീക്ഷ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും, എങ്ങനെ നമുക്ക് പഠിക്കണം, കൃത്യമായ കാര്യം നാളത്തെ സ്റ്റഡി പ്ലാൻ നമ്മൾ പറയാൻ വേണ്ടി പോവാണ്. അതുപോലെ ഒരു ഏറ്റവും എക്സ്ക്ലൂസീവായ കാര്യം, നിങ്ങൾക്ക് എജുപോയിന്റ് ഒരു സമ്മാനം കൂടി നൽകാൻ വേണ്ടി പോവാണ്. അതായത് ഇന്നത്തെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ മുഴുവൻ കോഴ്സും 50% ഓഫ് 50% ഓഫിനാണ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നേരെ എജുപോയിന്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും 50% ഓഫ്. നേരെ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട കോഴ്സ് ഏതാ സെലക്ട് ചെയ്യുക, അങ്ങ് പേയ്മെന്റ് നടത്തി എന്ത് ചെയ്യുക, കോഴ്സിൽ ജോയിൻ ചെയ്തോ. മുന്നേ വരാനിരിക്കുന്ന ഓരോ ദിവസവും വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്. സോ ഡോണ്ട് മിസ് ഇറ്റ് ദാറ്റ്. നാളത്തെ ലൈവിന്റെ ലിങ്ക് ഞാൻ താഴെ പിൻ ചെയ്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒരു ലൈക്ക് നോട്ടിഫൈ മീ ഓൺ ചെയ്ത് വെക്കുക. ഇനി ലൈഫിൽ എവിടെയെങ്കിലും എത്താൻ ആഗ്രഹിക്കും, ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പറയാണ്, വരാനിരിക്കുന്ന മാസങ്ങൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മാസമാണ്. സോ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുക, പോസിറ്റീവ് ആയിട്ടിരിക്കുക. മോഡൽ എക്സാമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാ കൺസേണും നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക, എല്ലാത്തും ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. സോ ഇനിയുള്ള ഓരോ ദിവസം വളരെ വിലപ്പെട്ട ദിവസങ്ങളിലേക്ക് നമ്മൾ കടക്കാൻ വേണ്ടി പോവാണ്. വിജിലന്റ് ആയിരിക്കുക. നമ്മൾ റെഡിയാക്കി മറക്കും, ഒരു സംശയമില്ല. അടുത്ത വർഷം അല്ലെങ്കിൽ ഈ 2-3 മാസം കഴിഞ്ഞാൽ ഏറ്റവും നിങ്ങൾ ആഗ്രഹിച്ച ഒരു മികച്ച കോളേജിലേക്ക് നിങ്ങൾ എത്തിക്കുന്നവരെ എജുപോയിന്റ് നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കുന്ന ഒറ്റ വാക്കിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനിക്കാൻ വേണ്ടി പോവാണ്. നാളെ കൃത്യം 7 മണിക്ക് നമ്മൾ കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.